നമസ്കാരം, വെൽക്കം ടു പ്രെപ്സ്കേ. അങ്ങനെ നമ്മളെ HSST എക്സാമുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല രീതിക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പഠിച്ചതൊക്കെ മറക്കാൻ വരട്ടെ. നമുക്ക് അടുത്തൊരു അവസരം കൂടെ വരുന്നുണ്ട്. അത് കേരള PSCയുടെ NVT എക്സാമുകളാണ്. അപ്പോൾ കേരള PSC നോൺ വൊക്കേഷണൽ ടീച്ചർ ബയോളജി എക്സാമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HSST സുവോളജി, HSST ബോട്ടണി, ഈ രണ്ട് വിഷയങ്ങളും പരീക്ഷ എഴുതിയവർക്ക് പറ്റുന്ന ഒരു അവസരമാണ് ഈ HSST പോലെ തന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ ബയോളജി എന്ന് പറയുന്നത്. നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, VHSE സ്കൂളുകളിലെ ബയോളജി ടീച്ചറുടെ ഒഴിവുകളിലേക്കുള്ള പരീക്ഷ എന്ന് വെച്ചാൽ അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരൊറ്റ ടീച്ചർ, ബയോളജിക്ക് ഒരൊറ്റ ടീച്ചർ മാത്രമേ ഉണ്ടാവുക. സുവോളജി, ബോട്ടണി ആ ഒരാൾ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. അതാണ് നമ്മുടെ കേരള PSC NVT ബയോളജി എക്സാം. നമുക്ക് ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എന്തുകൊണ്ട് VHSE എന്ന് പറഞ്ഞാൽ HSE അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ സ്കൂളുകൾ കണ്ടിട്ടുണ്ട്, സ്കൂളുകളൊക്കെ നമുക്ക് അറിയാം, പക്ഷേ കൃത്യമായ വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാവണമെന്നില്ല. സ്വാഭാവികമായിട്ട് ജോബ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, ജോബ് ഓറിയൻറ്റഡ് എന്താ പറയുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് നമുക്ക് പറയാം. VHSE കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൊഴിലധിഷ്ഠിതമായുള്ള വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ചെയ്യുക, അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. വിദ്യാഭ്യാസത്തിനൂടെ നമ്മൾ സാധാരണ HSST ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ HSE ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് റെഡി, ഡയറക്റ്റ് ഇൻഡസ്ട്രിയൽ സ്കിൽ ട്രെയിനിങ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. സോ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബയോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബയോളജിയുടെ കൂടെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഡയറി ടെക്നോളജി പോലെയുള്ള കോഴ്സുകൾ ഉണ്ടാവും, അനിമൽ ഹസ്ബൻഡറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളായിരിക്കും കൂടുതലായിട്ടും ഈ ബയോളജി ടീച്ചർമാരുടെ അല്ലെങ്കിൽ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ട്രേഡുകളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഫഷണൽ കോഴ്സുകൾ പോലെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ അതിൻ്റെ കൂടെയാണ് ഈ ബയോളജി സാധാരണയായിട്ടൊരു കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാൻ പറ്റും, ചെറിയ രീതിക്കൊക്കെ നമുക്കത് നമ്മുടെ സിലബസിനകത്തും കാണാൻ പറ്റും. അതാണ് ഈ സിലബസിനകത്ത് വരുന്ന ഒരു പ്രധാന വ്യത്യാസം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാവുന്നതാണ്. അപ്പോൾ HSST ആസ്പിരന്റ് ഷുഡ് അപ്ലൈ. വൈ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു 70 to 75% ഓവർലാപ്പാണ്. സിലബസുകൾ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. VHSE സ്കൂളുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും ബയോളജി ഉണ്ടാവണമെന്നില്ല, എല്ലാ ട്രേഡിൻ്റെ കൂടെ അല്ലെങ്കിൽ എല്ലാ കോമ്പിനേഷനിലും ബയോളജി ഉണ്ടാവുകയില്ല. അപ്പോൾ HSST ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേക്കൻസികൾ കുറവുണ്ടാവും, പക്ഷേ എന്തായാലും നമ്മളൊരു എക്സാമിന് പഠിച്ച് അല്ലെങ്കിൽ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആളുകളാണല്ലോ, സ്വാഭാവികമായിട്ടും സിമിലർ ആയിട്ടുള്ള ഒന്നിന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ എന്താ പറയുക NVT ബയോളജി അല്ലെങ്കിൽ HSST ബോട്ടണി സുവോളജിയിലൊക്കെ റാങ്ക് ലിസ്റ്റിലൊക്കെ സാധാരണഗതിയിൽ വരുന്നവരൊക്കെ എല്ലാവരും ഒരാളൊക്കെ തന്നെ ആയിരിക്കും, ഒരേ ആൾക്കാർ തന്നെയാണ് അവിടെ എവിടെയൊക്കെ ഉണ്ടാവാറുള്ളത്. സോ HSST കിട്ടാത്ത ഒരാൾക്ക് ഈ VHSE ബയോളജി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ശമ്പളം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും യാതൊരു കുറവും ഉണ്ടാവുന്നില്ല. പിന്നുള്ളത് ബോട്ടണി സുവോളജി പഠിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ഹയർ സെക്കൻഡറി ലെവലല്ലേ, കുഴപ്പമില്ല, നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എക്സാമിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ HSST ഒരു PGന ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള എക്സാം ആയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ആ ഒരു സിലബസിനാണ് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് പോയ എക്സാം ആയിരിക്കും, അങ്ങനെയുള്ള സിലബസ് ആയിരുന്നു. ഇവിടെ കുറേ കൂടെ NCERT ഓറിയൻറ്റഡ് ആയിട്ടും കൂടെ നമുക്ക് സിലബസിനെ പറയാം. സിലബസിലെ മാറ്റം, സിലബസിനകത്ത് വളരെ കൃത്യമായിട്ട് ടോപ്പിക്കുകളൊക്കെ പറയുന്നുണ്ട്. ഒരു എല്ലാ വിഷയത്തിൻ്റെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. HSSTയിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഹെഡ്ലൈൻ പോലെ മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനകത്തുള്ള നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് PG ലെവലിൽ പഠിക്കാൻ പറ്റുമോ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു. ഇവിടെ നമുക്ക് സിലബസിനകത്ത് എല്ലാ സാധനങ്ങളും ടോപ്പിക്കുകളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 75% ഒക്കെ HSSTയുടെ ആ സെയിം സിലബസിന് നമുക്ക് ഇവിടെ ആവശ്യമാണ്. പിന്നെ ഒരു 20-25% വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടതുണ്ട്. HSSTയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ബോട്ടണിയിലാണെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ജെംപ്ലാസം കളക്ഷൻ അല്ലെങ്കിൽ അത്തരം ഹെർബേരിയം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക വേണം. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി ഓർ സുവോളജി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് എന്ന് പറയുന്നതാണ്. 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദാനന്തര ബിരുദം സുവോളജിയിലോ ബോട്ടണിയിലോ എന്ന് പറയുന്നത്. പിന്നെ BEd നാച്ചുറൽ സയൻസിലുള്ള BEd, അതുപോലെ തന്നെ ഇതില്ലെങ്കിൽ മറ്റുള്ള BEdകൾ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാവുന്നതാണ്. അത് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാച്ചുറൽ സയൻസിൽ BEd ഉള്ളവർ ഒരുപാട് പേരുണ്ടാവും. സോ അതിനോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. അതുപോലെയാണ് സെറ്റും, കേരള സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ UGC നെറ്റ്, JRF, PhD MPhil ഉള്ളവർക്കുള്ള വെയിറ്റേജ് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാം. ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത്
ക്ലാരിഫൈ ചെയ്ത് പോകാവുന്നതുമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങളൊരു HSST എക്സാം, HSST സുവോളജിയോ ബോട്ടണിയോ എക്സാം എഴുതിയ ആളാണോ, നിങ്ങൾക്ക് NVT ബയോളജിയും അപ്ലൈ ചെയ്യാം, എഴുതാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ ഏജ് ലിമിറ്റ് 23 to 45 ബേസ്ഡ് ഓൺ പ്രീവിയസ്, നമ്മളെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പേ സ്കെയിൽ 55 to 1,15,000 എന്ന് പറയാം. ഒരു 65,000 വരെയൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ ശമ്പളം കിട്ടാവുന്ന ഒരു മികച്ച പോസ്റ്റ് ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ നല്ല പ്രൊഫഷൻ സാധ്യതകളൊക്കെ ഉള്ള ജോലിയാണ്. ഒരു ആഴ്ചയിൽ 15 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യം പോലും വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത NVT എക്സാമിൻ്റെ ഒരു പ്രത്യേകത, HSST ഒക്കെ എഴുതിയവരല്ലേ, അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ് കൂടുതലും. പിന്നെ ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഇൻ്റഗ്രേറ്റഡ് ആണ്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. ഇൻ്റഗ്രേറ്റഡ് ആണ് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡയറി ടെക്നോളജി പോലെ ആനിമൽ ഹസ്ബൻഡറി ഒക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ടോപ്പിക്കുകളൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലെസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് HSST എന്ന് പറയുന്നതാണ്. HSSTയിൽ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ള, ഏറ്റവും ഡെപ്തിലോട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം എന്നാലേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു എക്സാം കുറേ കൂടെ NCERT ബേസ്ഡും കൂടെ ആയതുകൊണ്ട് അത്ര ഡെപ്തിലോട്ടൊന്നും പോകാറില്ല. ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലോട്ട് അല്ലെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കമ്പാരിറ്റീവ്ലി ഒരു പടി താഴെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ ആ എക്സാമിൻ്റെ വെയിറ്റേജ്, HSSTയിൽ ബോട്ടണി ആണെങ്കിൽ ബോട്ടണി, പിന്നെ ജനറൽ നോളജ് അല്ലെങ്കിൽ ടീച്ചിങ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതായിരുന്നു രീതിയെങ്കിൽ, സുവോളജിയിലാകുമ്പോൾ സുവോളജി ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ടും നമ്മൾ പഠിക്കണം. രണ്ടിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ രണ്ടും പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ ബോട്ടണിക്ക് 35 മാർക്ക് അല്ലെങ്കിൽ 35%, സുവോളജിക്ക് 35 മാർക്ക് 35%. ഇതിനകത്തുള്ള ടോപ്പിക്കുകളും ആ ടോപ്പിക്കുകൾക്കുള്ള വെയിറ്റേജും കൃത്യമായിട്ട് നമ്മളെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സബ്ജക്ട് വൈസ് നോക്കുന്നില്ല, നമുക്ക് പിന്നീട് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓരോ സബ്ജക്റ്റും ടോപ്പിക്കും അതിൻ്റെ വെയിറ്റേജും ഒക്കെ വെച്ച് നോക്കാം. സോ ഇതിനകത്ത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സിന് ഒരു 20 മാർക്കേ ഉള്ളൂ. HSSTയുടെ സെയിം സാധനം തന്നെ പഠിച്ചാൽ മതി. ഏതെങ്കിലുമൊക്കെ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പഠിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. കേരള റിനേസൻസ് അല്ലെങ്കിൽ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള സാധനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സിമിലർ സിലബസ് തന്നെയാണ് വരുന്നത്. അതിനകത്തൊന്നും കാര്യമുള്ള യാതൊരു മാറ്റവും ഇല്ല. സെയിം സാധനം, പഠിച്ച സാധനമാണ്. ഒന്ന് റിവൈസ് ചെയ്യുക, മറന്നു പോയിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. ഇനി പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പഠിക്കുക. നമ്മൾ ഇതിനൊരു റിവിഷൻ എക്സാം പോലെയൊക്കെ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ പഠിച്ച സാധനം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് എക്സാം എഴുതുന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പോലെയൊക്കെ വിചാരിച്ചിട്ട് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി സാധ്യത ഉള്ളതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മളെ സിലബസിൻ്റെ ഫോക്കസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സുവോളജി അല്ലെങ്കിൽ റിലേറ്റഡ് ഡൊമൈൻസ്, ഇത് നമ്മൾ എല്ലാ സിലബസും ഒന്നും എടുത്തിട്ടില്ല. ശരിക്കും മേജറായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ വെച്ചിട്ട് മേജറായിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് സുവോളജിയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ ഫിസിയോളജി, ജെനറ്റിക്സ്, റീപ്രൊഡക്ഷൻ, ഇമ്മ്യൂണോളജി തുടങ്ങിയ കാര്യങ്ങൾ, അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ആനിമൽ ഹസ്ബൻഡറി പോലുള്ള കാര്യങ്ങളൊക്കെ സുവോളജിയിൽ ഉണ്ടാവാറുണ്ട്. ബോട്ടണിയുടെ ബയോഡൈവേഴ്സിറ്റി, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ബയോഡൈവേഴ്സിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ജെനറ്റിക്സ് ഉണ്ടാവാറുണ്ട്, ഫിസിയോളജി ഉണ്ടാവാറുണ്ട്, ബയോടെക്നോളജി ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടണിയിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിലബസിനുള്ളിലോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ HSST ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്കൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് NVTയിൽ പഠിക്കാനുണ്ട്. അതുപോലെ ആക്ടിനോമൈസെക്സ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജസിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റീപ്രൊഡക്ഷനും സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. HSSTയിൽ അത് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിൽ ഇല്ലായിരുന്നു, ജസ്റ്റ് പറഞ്ഞു പോകുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും അത്രത്തോളം ഒരു പ്രാധാന്യത്തോടു കൂടി വിഷയങ്ങൾ കാണാറുമില്ല. പക്ഷേ ഈ NVTയിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ജെനറ്റിക്സ്, അതിനകത്തുള്ള പോളിപ്ലോയിഡ്, അന്യൂപ്ലോയിഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിലുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണം. അതുപോലെ ജെയിംപ്ലാസം കൺസർവേഷൻ ആണ്, പ്ലാൻ കൺസർവേഷൻ, പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്നതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുള്ളത്. അതിനോട് ഹെർബേരിയം പ്രിപ്പറേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ ബയോ ഇൻഫർമാറ്റിക്സ്, ബയോ കെമിസ്ട്രിയുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ടൂളുകളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട് ബയോ ഇൻഫർമാറ്റിക്സ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് HSSTയിൽ ഒരു വേഗമായിട്ട് അല്ല ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ ഇവിടെ അത് വളരെ കൃത്യമായിട്ട് എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് സിലബസിൽ തരുന്നുണ്ട്. സുവോളജിയിലേക്ക് പോവുകയാണെങ്കിൽ മോളിക്കുലർ ബയോളജി, ജെനറ്റിക് കോഡൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. മറ്റേതൊരു ജെനറ്റിക്സിൻ്റെ കൂടെ നമ്മൾ പഠിച്ചു പോകുന്നതായിരുന്നെങ്കിൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതുണ്ട്. അതുപോലെ ആനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ബയോളജി സുവോളജിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എവിടെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രിപ്പറേഷനും ആ രീതിയിൽ തന്നെ ആവേണ്ടതുണ്ട്.
അതുപോലെ റീപ്രൊഡക്റ്റീവ് ബയോടെക്നോളജി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതുണ്ട്. പിന്നെ അപ്ലൈഡ് ജെനറ്റിക്സ് ആണ്. നമ്മൾ ജെനറ്റിക്സിൻ്റെ തിയറീസ് ഒക്കെ ആണ് HSSTയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ജീൻ ക്ലോണിംഗ് പോലത്തെ ടെക്നിക്കുകളോ അതുപോലെ ഈ ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് റീപ്രൊഡക്ഷനിലൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ ടെക്നോളജി അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങൾ ഏതൊക്കെ ടെക്നോളജി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ HSST പഠിച്ച ഒരാൾക്ക് വളരെ ഒരു റിവിഷൻ എക്സാം പോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ഒന്നുകൂടെ ഇരുന്നിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ വളരെ കൃത്യമായിട്ട് സിലബസ് ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബയോളജി, ബോട്ടണി, HSST ബോട്ടണി ചെയ്തവരാണെങ്കിൽ അവർക്ക് അവർ പഠിച്ച ബോട്ടണിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്യുക. പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സുവോളജി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. സുവോളജി HSST കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ കുറവാണ് സിലബസ് എന്ന് നമുക്ക് പറയാം. ഡെപ്ത് വളരെ കുറവാണ്. അത് പഠിക്കാൻ ബോട്ടണിക്കാർക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ സുവോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സുവോളജി പഠിച്ച കുറേ കാര്യങ്ങൾ അവർക്ക് ഒമിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു 60% വരെയൊക്കെ സിമിലർ ആയിരിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും. ബാക്കി അവർ ബോട്ടണിയിൽ പഠിക്കാം. അതുപോലെ തന്നെ സുവോളജിയുടെ അഡീഷൻ അത്ര ബോട്ടണി പോലെ എന്താ പറയുക അഡീഷൻ നമ്മൾ സുവോളജിയുടെ സിലബസിൽ കാണുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോഴും നമുക്കത് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് തോന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ ബോട്ടണി സുവോളജി സെപ്പറേഷൻ ഒന്നുമില്ല, ഒറ്റ ബാച്ച് ആയിരിക്കും. അതിനകത്ത് മോക്ക് ടെസ്റ്റുകൾ പോലെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മോഡൽ എക്സാമുകൾക്കും ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണോ ഏതൊക്കെ ഏരിയയ്ക്കാണെന്ന് നമുക്ക് പറയാം, ഏതൊക്കെ ഏരിയയ്ക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകളും കുറേ കൂടി അതിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക മോക്ക് ടെസ്റ്റുകളും സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലോ ജിമെയിലിലോ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്, വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.